ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരുൺ എന്തൊക്കെ സംശയങ്ങളുണ്ട്. എടുത്തെടുത്ത് എന്നോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. ഞാനും കേട്ടു. ഇന്ന് വന്നപ്പോ മുതല് വരണ്ട ചോദ്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നല്ലേ? അതെ. അയ്യോ ഈശ്വര, തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ? കിട്ടി. എന്നാ ശരി വരുൺ. അതെ, അതാരപ്പ ഇവിടെ നിന്നിരുന്നേ? അതോ, അത് ഫിദയുടെ ഒരു ഫ്രണ്ടാ. ഈ ഫിദ മേഡം ആള് കൊള്ളാലോ. ഏറ്റെടുത്തൊരു സുഹൃത്തുണ്ടായിട്ട് ഓളും വരുമാനം വന്നപ്പോ ഒന്ന് പരിചയപ്പെടുത്തില്ല എന്ന് പറഞ്ഞ. അവള് കുറെ ദൂരയാത്ര കഴിഞ്ഞ് വന്നതാ, അതുകൊണ്ടാ വിളിക്കാതിരുന്നത്. അതെ, അവരെടുത്തിരുന്നത് ഞങ്ങള് ഫിദ മേഡത്തിന് കൊടുത്ത സാരിയല്ലേ? ഫിദ മേഡം അവർക്കത് കൊടുത്തോ? എന്താ വരണീ പറയുന്നേ? നിധി പോലെ കാത്തു സൂക്ഷിക്കൂന്ന് പറഞ്ഞ സാരി ആർക്കെങ്കിലും കൊടുക്കോ? ഈ ശ്യാമയെ നന്നായിട്ട് അറിയാവുന്നവർക്കേ ശ്യാമയെ അനുകരിക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടാ എല്ലാം ഒരേ പാറ്റേണിലായി പോകുന്നേ. ഓക്കെ മേഡം. അല്ല, ഫിദ മേഡം ഇല്ലേ ഇവിടെ? ഇല്ല, നിങ്ങൾ ഇറങ്ങിയപ്പോ തന്നെ ഫിദ ഇവിടുന്ന് ഇറങ്ങിയായിരുന്നു. ഓ, അത് ശരി. എന്താ പറയുക, ഞാൻ ഇറങ്ങട്ടെ? ശരി. ഫിദ മേഡം എവിടെ? അതെ, അവിടെ ഫിദ മേഡം ഇല്ല. അവിടെ ഉണ്ടായിരുന്നത് വേറൊരാളാ. ഫിദ മേഡത്തിന്റെ ഒരു ഫ്രണ്ട് അവിടെ കിടന്ന് ഉറങ്ങായിരുന്നു എന്നാ പറഞ്ഞത്. ആണോ? അയ്യോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിചയപ്പെട്ടിട്ട് പോവാന്നേ. വേണ്ടടൂ, നമുക്ക് പോയേക്കാം. പോവാം. ശ്യാമേ, കഥ തുറക്ക്. പോയോ? പോയി. എഴുത്തേ, വരുൺ എന്നെ ശരിക്കും കണ്ടോ? വരുൺ ശ്യാമയുടെ മുഖം കണ്ടിട്ടില്ല, അതുറപ്പാ. പക്ഷേ വരുൺ എന്തൊക്കെ സംശയങ്ങളുണ്ട്. എടുത്തെടുത്ത് എന്നോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. ഞാനും കേട്ടു. ഇന്ന് വന്നപ്പോ മുതല് വരണ്ട ചോദ്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നല്ലേ? അതെ. അയ്യോ ഈശ്വര, തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന കള്ളത്തരം മുഴുവൻ വരുൺ മോളോട് പറയില്ലേ? എന്റെ മോൾ എന്നെ വെറുക്കില്ലേ? എന്തൊക്കെ സംഭവിച്ചാലും രാധിക ശ്യാമയെ വെറുക്കില്ല, അത് ഞാൻ ഉറപ്പു തരാം. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോ രാധികയ്ക്കും വരുന്ന ഒരു കുഞ്ഞു ജനിക്കുമല്ലോ. അമ്മ എന്ന ഫീൽ അവൾ അറിയാൻ തുടങ്ങുന്നൊരു നിമിഷമുണ്ട്. ചിലപ്പോ അപ്പോഴായിരിക്കും ശ്യാമയ്ക്ക് മറവിൽ നിന്ന് പ്രത്യക്ഷപ്പെടാനുള്ള സമയം. ദേ, അവൾ ഒരിക്കലും ശ്യാമയെ നിഷേധിക്കില്ല. ഈ അവസ്ഥയിൽ എനിക്ക് അവളുടെ അടുത്ത് നിൽക്കാനും അവളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും അവളുടെ സന്തോഷത്തിൽ പങ്കുചേരാനും സാധിക്കില്ല.
മറിച്ചായാലും എന്നെ കൊണ്ട് പറ്റില്ല എടുത്തി. വെറുതെ ടെൻഷൻ ആവണ്ട, ഒരു കുഴപ്പമുണ്ടാവില്ല. വരുൺ ഇനി വരുമ്പോഴ് വരുണിനെ നമുക്ക് കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പ അറിയാലോ വരുണിന്റെ മനസ്സിലെന്താന്ന്. മോളെ, മുത്തശ്ശി എല്ലാവരും കൂടി പിടികൂടിയിരിക്കുക. മുത്തശ്ശിക്ക് പുറത്തിറങ്ങാനും പറ്റുന്നില്ല. നിന്നെ ദ്രോഹിച്ചവരോട് എന്തെങ്കിലും ചെയ്യാനും പറ്റുന്നില്ല. നിന്നെ ചതിച്ച രാധികയെയും വരുണിനെയും ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ മുത്തശ്ശി ആലോചിച്ചിട്ട് ഒരു മാർഗമേ ഉള്ളൂ. കണിമംഗലത്ത് രാധികയോട് എതിർപ്പുള്ളവരെ കൂട്ടുപിടിക്കണം. കൽപ്പനയും ഉർവശിയും ഗൗതമും എല്ലാവരും ഉണ്ടല്ലോ. മുത്തശ്ശിയെ അവരുടെ നമ്പർ എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. എന്താ അമ്മ നോക്കുന്നേ? എന്താ അമ്മയ്ക്ക് വേണ്ടത്? എന്താ എന്താ യശോദേ? ഞാൻ നോക്കുമ്പോ അമ്മ നമ്മുടെ രണ്ടുപേരുടെയും ഫോണൊക്കെ എടുത്ത് പരിശോധിക്കുന്നുണ്ടായിരുന്നു. എന്താമ്മേ, ആരുടെങ്കിലും നമ്പറിന് വേണ്ടിയാണോ? എങ്കിൽ ഞാൻ എടുത്തുതരാം. അമ്മ എന്താ ഒന്നും പറയാത്തെ? ഞാൻ എന്തെങ്കിലും വേണ്ടി അത് ഭ്രാന്താണെന്ന് പറയാനല്ലേ? എന്താ കാര്യമൊന്നും മനസ്സിലായില്ല. എന്തായാലും അമ്മ ബഹളം വെച്ചില്ലല്ലോ, അത് തന്നെ ഒരു ആശ്വാസം. ബഹളം വയ്ക്കാതിരിക്കുന്നതും മാനസിക രോഗത്തിന്റെ മറ്റൊരു ഘട്ടമാണെന്ന് അമ്മയെ കാണിച്ച ഡോക്ടർ പറഞ്ഞിരുന്നു. ചില ആളുകൾ മൗനത്തിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു കിട്ടാനും പ്രയാസമാണത്രേ. അങ്ങനെയാണെങ്കിൽ അമ്മയെ വീണ്ടും ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാലോ? കൊണ്ടുപോകണം. കൊണ്ടുപോകാതെ നിവൃത്തിയില്ല. അല്ലെങ്കിൽ മിണ്ടാതിരുന്ന് ഒട്ടും മിണ്ടാത്തൊരവസ്ഥ വന്നാലോ?